ഇൻഡക്ഷൻ കുക്കറെല്ലാം മാറ്റി എല്ലാം മാറ്റി. അപ്പോൾ ഈ മാസം വെക്കാൻ 3000-ന് മേലെയാണ് കറണ്ട് ബില്ല് വന്നത്. ഒരു സാധാ ചെറിയ വീട് അവിടെ കറണ്ട് ബില്ല് വരുന്നത് 3000-ന് മേലെ, 2000-ന് മേലെ 3000. കഴിഞ്ഞ മാസം 3026 ആണ്. ഈ മാസം വന്ന ബില്ലെന്ന് പറയുന്നത് 2877. ഇത് വേറെ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കറണ്ട് ബില്ല് 992 രൂപയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഡിപ്പോസിറ്റ് 1869 രൂപയുണ്ട്. ഡിപ്പോസിറ്റ് എന്താണ് ഈ ഡിപ്പോസിറ്റ് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിപ്പോസിറ്റ്, നമ്മൾ ഡിപ്പോസിറ്റ് അടച്ചാണല്ലോ നമ്മൾ കറണ്ട് എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ഡിപ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണം. കാരണം അപ്പോൾ ഞാൻ പുള്ളിയുടെ വിശദമായിട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, അത് നിങ്ങളെ അക്കൗണ്ടിലേക്ക്, ഇത് നിങ്ങൾക്കൊരു അക്കൗണ്ടാണ്, അത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ KSEB ഇങ്ങനെ ഒരു ബാങ്കും കൂടെ തുടങ്ങിയിട്ടുണ്ടോ? ഇങ്ങനെ നമുക്കൊരു അക്കൗണ്ടിൽ നമ്മൾ അറിയാതെ പൈസ നിക്ഷേപിച്ചിട്ട് നമുക്കിങ്ങനെ പലിശ തരുന്ന, ഇൻട്രസ്റ്റ് തരുന്ന ഒരു സമ്പ്രദായം കൂടെ KSEB തുടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, സാധാരണക്കാരനെ ദ്രോഹിക്കുന്നതിൽ ഏത് സർക്കാരുകളായാലും കുറച്ച് ഒരു മയം കാണിക്കണം. കാരണം നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരൊന്നുമല്ല, നമ്മൾ അന്നന്നേക്കുള്ള അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പം നമ്മളെയൊക്കെ ദ്രോഹിക്കുമ്പോൾ കുറച്ച് ഒരു ചെറിയൊരു മയം കാണിക്കണം. കാരണം സാധാരണക്കാരനാകുമ്പം അവൻ ഒന്നും നോക്കില്ലല്ലോ, അങ്ങ് എഴുതി കൊടുത്താൽ അങ്ങ് അടയ്ക്കും. ആ ഒരു പരിപാടി നിർത്തണം. അതെല്ലാം നിങ്ങൾ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രിയദർശിനി പദ്ധതിയൊക്കെ നടപ്പിലാക്കിയതുകൊണ്ട് ആ പൈസ എങ്ങനെയെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഈടാക്കാമെന്നുള്ളൊരു സമ്പ്രദായമാണെങ്കിൽ ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്. ഇത് ഒരു സാധാരണക്കാരൻ്റെ അപേക്ഷയാണ്. ഇതൊന്ന് നിർത്തിത്തരണം, ഇങ്ങനെയുള്ളൊരു ദ്രോഹം. കാരണം നമുക്ക് ബാങ്കിൽ പോലും 500 രൂപ നിക്ഷേപിക്കാൻ നമ്മുടെ കയ്യിലില്ല. അപ്പം സർക്കാർ നമുക്ക് വേണ്ടി ഇങ്ങനെ 2 മാസത്തിലൊരിക്കൽ 1800-ഉം 2000 രൂപയൊക്കെ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞങ്ങളെ കരുതലിന് വളരെ നന്ദിയുണ്ട്. പക്ഷേ ഇങ്ങനെ ദ്രോഹിച്ചുള്ള കരുതൽ വേണ്ട. ഓക്കെ, ഇപ്പോൾ ഈ പൈസ നമ്മളിപ്പോൾ ഈ ഡേറ്റിന് അടച്ചില്ലെങ്കിൽ നിങ്ങൾ ഫീസ് ഊരുമെന്ന് നമുക്കറിയാം, ഇല്ലേ? നിങ്ങളിപ്പോൾ ഈ തന്ന ബില്ലിൻ്റെ പൈസ നമ്മൾ കംപ്ലീറ്റ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ ഫീസ് ഊരും. അപ്പോൾ ഇത് നിങ്ങൾ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന പൈസയെ നമ്മൾ അടയ്ക്കണം. നമുക്ക് വേണ്ടി കരുതലിന് നിങ്ങൾ കരുതുന്ന പൈസ നമ്മൾ അടച്ചില്ലെങ്കിൽ നിങ്ങൾ ഫീസ് ഊരിക്കൊണ്ട് പോകും.